ഹായ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തെരളിയാണ്. ഓരോരോ സ്ഥലത്ത് ഓരോരോ പേരിൽ പറയും. കുമ്പിളപ്പമെന്ന്, തെരളിയെന്നോ. ഇവിടെ നമ്മുടെ നാട്ടിൽ തെരളി എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ അതിനാവശ്യമായ സാധനങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അരിപ്പൊടി വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്, റാഗി പൗഡർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അതിനായി ആവശ്യമായ റാഗിയും ശർക്കരപ്പൊടിയും തേങ്ങയും ഏലക്കായും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. വെള്ളം മാവിനനുസരിച്ച് കുറേശ്ശെ ഒഴിച്ച് കുഴച്ച് അത് ഏകദേശം നല്ലതായിട്ട് ഈ പരുവത്തിൽ കുഴച്ചെടുക്കുക. എന്നിട്ട് മാവൊന്ന് സോഫ്റ്റ് ആവാനായിട്ട് ഒരു 10-20 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും മാവ് നല്ല സോഫ്റ്റായി കിട്ടും. അതിനുശേഷം ആ മാവ് ഒന്നും കൂടി നന്നായി കൂട്ടി യോജിപ്പിച്ച് നമ്മൾ ഇലകൾ ഓരോ ഷേപ്പിലാക്കി, ഞാൻ ഓരോ രീതിയിലാണ്, പലയിടത്തും പല രീതിയിലാണ് കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്. ആ രീതിയിൽ ഞാൻ ഇല ഓരോ രീതിയിൽ കോട്ടിയെടുത്തിട്ടുണ്ട്. കോട്ടിയും മടക്കിയും ഞാൻ വയ്ക്കുന്നുണ്ട്. അത് ഞാൻ ഇവിടെ ഓരോ രീതിയിൽ വയ്ക്കുന്നത് കാണിക്കുന്നുണ്ട്. ആ രീതിയിൽ ഓരോന്നും അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് സ്റ്റീമറിൽ വെച്ച് നമുക്ക് നന്നായിട്ട് നന്നായിട്ട് ആവി വന്ന് വേകുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുമ്പിളപ്പം റെഡിയാക്കി എടുക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള കുമ്പിളപ്പം ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവർക്കും, ഏത് പ്രായക്കാർക്കും ഇത് ഉപയോഗിക്കാം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക. പുതിയ വീഡിയോയുമായിട്ട് ഇനിയും വീണ്ടും കാണാം. ബായ്.